സ്റ്റുഡൻസ് എഡ്യൂപ്ലസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും വെൽക്കം. എന്നാൽ ഫിസിക്സിലെ ചാപ്റ്റർ 15 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഇലക്ട്രിക് ചാർജ് ആൻഡ് ഇലക്ട്രിക് ഫീൽഡ്. ക്ലാസ്സിലേക്ക് നമുക്ക് കിടക്കാം. ഫസ്റ്റ് നമ്മൾ പറയുന്നത് ഇലക്ട്രിക് ചാർജ് എന്താണെന്നാണ് കേട്ടോ. ഇലക്ട്രിക് ചാർജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാറ്ററിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ പ്രോപ്പർട്ടിയാണ്. അത് എന്തിനു സഹായിക്കുന്നുണ്ട്? ഇറ്റ്സ് റെസ്പോൺസിബിൾ ഫോർ ഇലക്ട്രിക്കൽ ഫോഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇലക്ട്രിക് ചാർജസ് റെസ്പോൺസിബിൾ ആണ് കേട്ടോ. അപ്പം അതായത് ഈ ഒരു ഇലക്ട്രിക് ഫീൽഡ്സ് ക്യാരി ചെയ്യുന്നത് സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ് ആണ്. ദിസ് ഈസ് ദ സോഴ്സ് ഓഫ് ആൻ ഇലക്ട്രിക് ഫീൽഡ്. സോ ചാർജസിന് നമ്മൾ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് ആയിട്ട് പറയുന്നുണ്ട്. പോസിറ്റീവ് ചാർജസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടോൺസ് ആണ്, ആൻഡ് നെഗറ്റീവ് ചാർജസ് ഇലക്ട്രോൺസ് ആണ് കേട്ടോ വരുന്നത്. അപ്പം നമുക്ക് യൂണിറ്റ് ഓഫ് ചാർജിനെ നമുക്ക് പറയാം. കൂളോം ആണ് കേട്ടോ ചാർജിൻ്റെ യൂണിറ്റ് വരുന്നത്. അതായത് പ്രോട്ടോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് ചാർജാണ്. അതിന് പോസിറ്റീവ് 1.6 × 10⁻⁻19 കൂളോമും, ആൻഡ് ദ ഇലക്ട്രോൺ ഹാസ് എ ചാർജ് ഓഫ് -1.6 × 10⁻⁻19 കൂളോമാണ് കേട്ടോ. ഇനി നമുക്ക് ഇലക്ട്രിക് ചാർജിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് പ്രോപ്പർട്ടിയായി പറയുന്നത് ലൈറ്റ് ചാർജസ് ഉണ്ടാവുമല്ലോ, അതായത് സെയിം ചാർജസ് അത് റിപ്പൽ ചെയ്യും. പോസിറ്റീവ് ചാർജസ് റിപ്പൽ ചെയ്യും, ആൻഡ് ദി നെഗറ്റീവ് ചാർജസ് അത് അട്രാക്റ്റ് ചെയ്യും. ഓക്കെ, അത് ഫസ്റ്റ് പ്രോപ്പർട്ടിയാണ് ഇലക്ട്രിക് ചാർജിൻ്റെ. ആൻഡ് ദെൻ സെക്കൻഡ് പ്രോപ്പർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർജ് ഈസ് കൺസേർവ്ഡ് ആണ്. അതായത് ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിലുള്ള ചാർജ്, ആ ഒരു ചാർജ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഐസൊലേറ്റഡ് സിസ്റ്റം നമ്മൾ കഴിഞ്ഞൊരു ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ് ആ ഒരു സിസ്റ്റത്തിൽ മാസ് ആൻഡ് എനർജി നെയ്തർ ക്രിയേറ്റഡ് ഓർ അതെന്താണ് ആ ഒരു സറൗണ്ടിങ്സിലേക്ക് എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നില്ല. അതാണല്ലോ ഒരു ഐസൊലേറ്റഡ് സിസ്റ്റം. ഓക്കെ, അപ്പം ഈ ഒരു ഐസൊലേറ്റഡ് സിസ്റ്റം കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതിൻ്റെ ടോട്ടൽ ചാർജ് വരുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്നാണ് ചാർജ് ഈസ് കൺസേർവ്ഡ് എൻ്റെ ഇലക്ട്രിക് ചാർജിൻ്റെ മറ്റൊരു പ്രോപ്പർട്ടി ആയിട്ട് പറയുന്നത്. ആൻഡ് ദ തേർഡ് വണ്ണേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് ആണ്. അതായത് ഒരു ഡിസ്ക്രീറ്റ് പാക്കറ്റ്സ് ആയിട്ടാണ് ചാർജസ് വരുന്നത്. ആൻഡ് ദ സ്മോളസ്റ്റ് പോസിബിൾ ചാർജ് വിത്ത് ദ എലമെൻ്ററി ചാർജ് കൂളോമാണ്. ഇതാണ് ഒരു സ്മോളസ്റ്റ് പോസിബിൾ ചാർജ് വരുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് നമുക്ക് ഇവിടെ കൂളോംസ് ലോ എന്താണെന്ന് പറയാം. കൂളോംസ് ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ the force between two charges, it states that the magnitude of the electrostatic force F between 2 point charges Q1 and Q2 separated by a distance R is നമുക്കിവിടെ ഒരു കൺസിഡർ ചെയ്യാം. Q1 പറഞ്ഞിട്ടുള്ളൊരു ചാർജ് ഉണ്ട്, ആൻഡ് Q2 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാർജ് ഉണ്ട്. അത് എന്ത് ഡിസ്റ്റൻസിലാണ്? R എന്നൊരു ഡിസ്റ്റൻസിലാണ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടാകുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പം ആ ഒരു ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ വരുന്നത്. F = K × Q1 × Q2/R². ഓക്കെ, ഇത് Q1 Q2 എന്താണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് ഫോഴ്സിന്. ആൻഡ് R² എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു Q1 Q2 പോയിൻറ്റ് ചാർജസിൻ്റെ ഇടയിലുണ്ടാകുന്ന ഡിസ്റ്റൻസ് ആണ് കേട്ടോ ഈ ഒരു R² ഡിനോട്ട് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു K പ്രൊപ്പോർഷണൽ. ഓക്കെ, K എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആണ്. Kന് എന്താണ്? K എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇതാ Kൻ്റെ വാല്യൂ വരുന്നത് 1/4πε0. അതെന്തിന് ഈക്വലാണ്? 9.9 × 10⁻⁹ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ / കൂളോം സ്ക്വയർ. ഓക്കെ, Kൻ്റെ വാല്യൂ ആണ് കേട്ടോ ഇത് വരുന്നത്. നമുക്ക് MCQ ഒക്കെ ചോദിക്കുമ്പോൾ Kൻ്റെ വാല്യൂ ചോദിക്കുന്നതാണെങ്കിൽ
ഇത് എഴുതി കൊടുക്കാം. അവിടെ ഓപ്ഷൻസ് വന്നാണെങ്കിൽ ഇതൊന്ന് നോട്ട് ചെയ്യാം, ജസ്റ്റ് അതൊന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇനിയിപ്പം ഈ ഒരു കൂളോംസ് ലോ വെച്ചിട്ട് അതിൻ്റെ ഫ്രീ സ്പേസിൽ എങ്ങനെയായിരിക്കും ആക്ട് ചെയ്യുന്നത് എന്നാ പറയുന്നത്. ഫ്രീ സ്പേസിൽ എഫിൻ്റെ വാല്യൂ, എഫിൻ്റെ ഇക്വേഷൻസ് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1/4πε0 ഇൻറ്റു സെയിം ആസ് ഇത്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഫോഴ്സിൻ്റെ ഇക്വേഷൻ തന്നെ ആയിരിക്കും ഫ്രീ സ്പേസിൽ വരുന്നത്. ഇവിടെ ഉണ്ടല്ലോ ε0 അല്ലേ, അതെന്താണ് ഡിനോട്ട് ചെയ്യുന്നത്? പെർമിറ്റിവിറ്റി ആണ് കേട്ടോ. ε0 എന്ന് വെച്ച് കഴിഞ്ഞാൽ ε0 ഈക്വൽ ടു പെർമിറ്റിവിറ്റി. പെർമിറ്റിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഒരു ചാർജിന്, ആ ഒരു ചാർജിന് അതിൻ്റെ ആ ഒരു പെർമിറ്റിവിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ ഉണ്ടാവുമല്ലോ, ആ ഒരു മെറ്റീരിയലിൻ്റെ പെർമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, മെറ്റീരിയലിന് ഇലക്ട്രിക് ഫീൽഡ് പെർമിറ്റ് ചെയ്യാനുള്ള ഒരു ഇതിനെയാണ് പെർമിറ്റിവിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ദാറ്റ് ഈസ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ജനറേറ്റഡ് പെർ യൂണിറ്റ് ചാർജ് ഇൻ എ മെറ്റീരിയൽ, ദാറ്റ് ഈസ് പെർമിറ്റിവിറ്റി. സിൻസ് ε0ൻ്റെ വാല്യൂ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ε0 ഈസ് ഈക്വൽ ടു 8.85 ഇൻറ്റു 10⁻⁻12. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് 1 വേർഡ് ക്വസ്റ്റ്യൻസിൽ ഇങ്ങനെ അതിൻ്റെ വാല്യൂസ് ചോദിക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതും ഒന്ന് നോട്ട് ചെയ്ത് പോവാം. ഇനി പെർമിറ്റിവിറ്റി 2 തരത്തിലുണ്ട്, 3 തരത്തിലുള്ള പെർമിറ്റിവിറ്റി ഉണ്ട്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ സ്പേസിലുള്ള പെർമിറ്റിവിറ്റി. ഓക്കെ, അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ε0 ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ വാല്യൂ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് 8.85 ഇൻറ്റു 10⁻⁻12. ഇനി വരുന്നത് റിലേറ്റീവ് പെർമിറ്റിവിറ്റിയാണ്. അതിനെ εr എന്നാണ് പറയുന്നത് കേട്ടോ, സ്മോൾ ആർ. ഇത് ഡൈഇലക്ട്രിക് കോൺസ്റ്റൻ്റ് എന്നും പറയുന്നുണ്ട്. നെക്സ്റ്റ് വരുന്ന പെർമിറ്റിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആബ്സല്യൂട്ട് പെർമിറ്റിവിറ്റിയാണ്. ദാറ്റ് ഈസ് ഈക്വൽ, സിമ്പിൾ വരുന്നത് എപ്സിലോൺ മാത്രം കേട്ടോ. അപ്പം 3 തരത്തിലുള്ള പെർമിറ്റിവിറ്റിയാണ്, റിലേറ്റീവ് ആൻഡ് ആബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ആൻഡ് ദി വാക്വത്തിലുണ്ടാവുന്ന, ഫ്രീ സ്പേസിലുണ്ടാവുന്ന പെർമിറ്റിവിറ്റി. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം വെക്റ്റർ ഫോം ഓഫ് കൂളംസ് ലോ. കൂളംസ് ലോയിൽ നമ്മൾ ഫോം നേരത്തെ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നു? എഫ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു Q1 ഇൻറ്റു Q2/r². ആൻഡ് അതിൻ്റെ വെക്റ്റർ ഫോം എന്താണെന്ന് നോക്കാം നമുക്ക്. വെക്റ്റർ ഫോം വരുന്നത് ഇൻ ജനറൽ വി കൻ റൈറ്റ് ദി എക്സ്പ്രഷൻ ഫോർ ഫോഴ്സ് ബിറ്റ്വീൻ 2 ചാർജസ് ആസ്, അതിൻ്റെ ഒരു വെക്റ്ററായിട്ട് എഴുതുന്നുണ്ട്. ജസ്റ്റ് ഇക്വേഷൻ നിങ്ങൾ നോക്കാം. F12, അതായത് 2 പോയിൻറ്റ് ചാർജസ് ഉണ്ടല്ലോ, Q1 ഉം Q2, അതാണ് കേട്ടോ F12 പറഞ്ഞത്. ദറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു Q1 Q2 ഡിവൈഡഡ് ബൈ r² ഇൻറ്റു വെക്റ്റർ R12. അതാണ് വെക്റ്റർ ഫോം ഓഫ് കൂളംസ് ലോ വരുന്നത്. ജസ്റ്റ് ഇതിൻ്റെ ഇക്വേഷൻ മാത്രം നിങ്ങളൊന്ന് പഠിച്ചു പോയാൽ മതി. ആൻഡ് നെക്സ്റ്റ് വൺ നമുക്ക് നോക്കുന്നത് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ ആണ്. പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അതിന് മുൻപേ, നമുക്കത് പറയുന്നതിന് മുൻപേ തന്നെ നമുക്കൊരു ഓക്കെ, ഇവിടെ നമ്മൾ F12 എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പോയിൻറ്റ് ചാർജസിലുള്ളതാണല്ലേ. ഇവിടെ ഈ ഒരു r² എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? R വെക്റ്റർ 1 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഡിനോട്ട് ചെയ്യുന്നത് ഇതൊരു പോസിറ്റീവ് സൈനാണ് കേട്ടോ. ദാറ്റ് r² മാത്രമല്ല, ഈ ഒരു എൻ്റയർ ഇക്വേഷൻ വരുന്ന ഇതൊരു പോസിറ്റീവ് സൈനാണ് കാണിക്കുന്നത്. ദാറ്റ് ഈസ് ഇവിടെ വരുന്ന ഈ ഒരു ഫോഴ്സ് ഉണ്ടല്ലോ, ഇത് റിപ്പൾസീവ് ആണെന്നാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ചാർജസ് അല്ലെങ്കിൽ ഫോഴ്സസ് ആയി ചാർജസ് രണ്ടും തമ്മിൽ ലൈക്ക് ചാർജസ്, അതായത് സെയിം ചാർജസ് വരുമ്പോൾ എന്താണ്, അത് റിപ്പൾസീവ് ആയിരിക്കുന്നു. അപ്പോൾ ഇവിടെ കിട്ടുന്ന ഫോഴ്സ് ഇത് സെയിം ചാർജസ് ആണ്, അതുകൊണ്ട് ഇത് പോസിറ്റീവ് സൈനാണ് ഡിനോട്ട് ചെയ്യുന്നത്.
ഇത് റിപ്പൾസീവ് ആയിരിക്കും ഫോഴ്സ് വരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് F21 എടുത്തു, ദാറ്റ് ഈസ് Q1 എന്ന് പറയുന്നതാണ് ഫസ്റ്റ് പോയിൻ്റ് ആൻഡ് Q2 എന്ന് പറയുന്നത് സെക്കൻഡ് പോയിൻ്റാണ്. അപ്പം ഫസ്റ്റ് ഇക്വേഷനിൽ നമ്മൾ എന്താ കൊടുക്കുന്നത്, ഫസ്റ്റ് ഫോഴ്സിൻ്റെ ഇക്വേഷനിൽ Q2 കാരണം ഉണ്ടായിരുന്ന Q1ൻ്റെ ഫോഴ്സ്, അതാണ് K ഇൻറ്റു Q1 Q2 ഡിവൈഡഡ് ബൈ R² ഇൻറ്റു R², R വെക്റ്റർ 1 2. അപ്പോൾ ഇനി F21ൻ്റെ കേസിൽ നേരെ നമുക്ക് എന്തെഴുതാം, F21ൻ്റെ കേസിൽ മൈനസ് K ഇൻറ്റു Q1, അത് ഓപ്പോസിറ്റ് ആയിരിക്കും ഡിറക്ഷൻ വരുന്നത് അതിൻ്റെ. നമ്മൾ Q2 ആണല്ലോ Q1ലേക്ക് പോകുന്നത്, അപ്പോൾ ഓപ്പോസിറ്റ് ആണ് മൈനസ് വരുന്നത് ഇവിടെ, ഡിവൈഡഡ് ബൈ R² ഇൻറ്റു R വെക്റ്റർ 1 2. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കൂ, ഇവിടെ മൈനസ് സൈന്, ഇവിടെ പ്ലസ് സൈൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ മൈനസ് സൈൻ ആയിരുന്ന കൊണ്ട് ഇവിടുത്തെ ഫോഴ്സ് എന്താണ്, ഇത് അട്രാക്റ്റീവ് ആയിരിക്കും, ഇവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് അട്രാക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത് ഞാനിവിടെ പറയാൻ കാരണം, ഇനി നമുക്ക് ഓക്കെ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ നമുക്ക് നോക്കാം. പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷനിൽ പറയുന്നത്, നമ്മളിപ്പം പഠിച്ചത് എന്താണ്, 2 ചാർജസ് തമ്മിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഇക്വേഷൻ ആണ്. അപ്പം ഇതേപോലെ സെവറൽ ചാർജസ് Q1 Q2 Q3 Q4 എക്സെട്ര അങ്ങനെ പറഞ്ഞ് കിട്ടുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് എന്തായിരിക്കും, ദ ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ Q1 ഡ്യൂ ടു ഓൾ അതർ ചാർജസ്. അപ്പം നമ്മളിപ്പോൾ ഇത് ഇവിടെ Q1 Q2 Q3 എന്ന് പറഞ്ഞിട്ട് കുറേ ചാർജസ് എടുത്തു. ഇതിൽ ഫസ്റ്റ് ചാർജായ Q1 നോക്കാം. അപ്പം Q1ൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് ഡ്യൂ ടു എന്ത്, ഓൾ അതർ ചാർജസ് വെച്ചിട്ട്. അപ്പം നമുക്കത് നോക്കാം. അതിൽ ഫസ്റ്റ് നമ്മൾ F1 അതിൽ ഫസ്റ്റ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം F12 ഇവിടെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, അതേപോലെ തന്നെ F13ൻ്റെ നോക്കാം. F13 is equal to Q1 Q3 ഡിവൈഡഡ് ബൈ R² 13 R വെക്റ്റർ 13. അതേപോലെ F14 എന്തായിരിക്കും, ഈ ഒരു ഫോമാറ്റിലായിരിക്കും ഉണ്ടാകുന്നത്. ഓക്കെ, ഈ നെക്സ്റ്റ് സ്ലൈഡിൽ ഇപ്പോൾ എന്തായിരിക്കും അതിൻ്റെ റിസൾട്ടൻ്റ് ആയിട്ട് കിട്ടുന്നത്, ദ റിസൾട്ടൻ്റ് ഓഫ് ഓൾ ദീസ് ഫോഴ്സസ് ദാറ്റ് ഈസ് ദ ടോട്ടൽ ഫോഴ്സ് എഫ് എക്സ്പീരിയൻസ്ഡ് ബൈ Q1 ഈസ് ദർ വെക്റ്റർ സം. അപ്പോൾ നമ്മൾ ഓരോന്നും പഠിച്ചു. F1 ഫോഴ്സ് 2 ചാർജസിൽ ഉണ്ടാകുന്ന 1ലും 2ലും ഉണ്ടാകുന്ന പോയിന്റ് ചാർജസിൽ ഉണ്ടാകുന്നതാണ് ഈ ഒരു ഇക്വേഷൻ വരുന്നത്, K ഇൻറ്റു Q1 Q2 എന്ന് വരുന്നത്. ആൻഡ് F1ലും 3ലും ഉണ്ടാകുന്നത് ഇവിടെ കൊടുത്തുകൊണ്ട് 1ലും 4ലും ഉണ്ടാകുന്നത് ഡിനോട്ട് ചെയ്യുന്നു. അപ്പം ഇതൊക്കെ കൂടിയിട്ട് ഉണ്ടാവുന്നത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് എവിടെയാണ്, ടോട്ടൽ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ Q1. അപ്പോൾ അതിൻ്റെ ഒക്കെ വെക്റ്റർ സം ആയിരിക്കും. ദാറ്റ് ഈസ് F is equal to F12 plus F13 plus F14. അപ്പം ഇതിനെയാണ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം ഇലക്ട്രിക് ഫീൽഡ്. അപ്പം നമ്മുടെ ചാപ്റ്ററിൻ്റെ ഹെഡിങ് തന്നെ വരുന്നിട്ട് ഇലക്ട്രിക് ഫീൽഡും ഇലക്ട്രിക് ചാർജസാണ്. അതിൽ മെയിൻ ഇതാണ് നമ്മൾ ഇപ്പം പറയാൻ പോകുന്നത്, ഇലക്ട്രിക് ഫീൽഡ്. ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് എ റീജിയൻ അറൗണ്ട് എ ചാർജ്ഡ് പാർട്ടിക്കിൾ ഓർ എ ഒബ്ജക്റ്റ് ഓർ അതർ ചാർജ് ഒബ്ജക്ട്സ് എക്സ്പീരിയൻസ് ആൻഡ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. ഇതിനെയാണ് നമ്മൾ എന്താണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എന്താണ്, സിംപ്ലി നമുക്ക് പറയാമെന്നുണ്ടെങ്കിൽ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾസിൻ്റെ അറൗണ്ടായിട്ട് അറിയപ്പെടുന്ന ആ ഒരു റീജിയനാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഇതൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്, അതായത് ഇലക്ട്രിക് ഫീൽഡിന് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡിറക്ഷൻ ഉണ്ട്. സോ ദാറ്റ് ഈസ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ദ ഡിറക്ഷൻ ഓഫ് ദി ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും, ഡിറക്ഷൻ ഓഫ് ദി ഫോഴ്സ് ഓൺ എ പോസിറ്റീവ് ടെസ്റ്റ് ചാർജ് പ്ലേസ്ഡ് ഇൻ ദി ഫീൽഡ്. അതായത് ഒരു ഫീൽഡിൽ നിൽക്കുന്ന പോസിറ്റീവ് ടെസ്റ്റ് ചാർജിൻ്റെ ഡയറക്ഷൻ തന്നെയായിരിക്കും ഈ ഒരു ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും. ഓക്കെ, ഇനി നമുക്ക് ആ ഒരു ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഫോർമുല ഇവിടെ പറഞ്ഞിട്ടുണ്ട്, E is equal to F by Q.
അതായത് ഇ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇലക്ട്രിക് ഫീൽഡാണ്. ഓക്കെ, ആൻഡ് എഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആക്ടിങ് ഓൺ എ ടെസ്റ്റ് ചാർജ് ക്യൂ. ക്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ടെസ്റ്റ് ചാർജിൽ ആക്ട് ചെയ്യുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എഫ് ആയിരിക്കും കേട്ടോ. എഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ടെസ്റ്റ് ചാർജിൽ ആക്ട് ചെയ്യുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആയിരിക്കും. ആൻഡ് ദിസ് ക്യൂ എന്താണ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ടെസ്റ്റ് ചാർജ്. ആ ഒരു ടെസ്റ്റ് ചാർജിൻ്റെ നമ്മൾ എടുത്തിരിക്കുന്ന ആ ഒരു ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും ഈ ഒരു ക്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇനി ഇത്രയേ ഉള്ളൂ. ഇലക്ട്രിക് ഫീൽഡിൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. ഇനി നെക്സ്റ്റ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ഡൈപോൾ. ഒരു ഡൈപോൾ കൊണ്ട് ഉണ്ടാവുന്ന ഒരു ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. എൻ ഇലക്ട്രിക് ഡൈപോൾ കൺസിസ്റ്റ് ഓഫ് 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ്. അതായത് ഒരു ഇലക്ട്രിക് ഡൈപോളിൽ 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് ഉണ്ടാവും. പ്ലസ് ക്യൂ ആൻഡ് മൈനസ് ക്യൂ സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്. നമ്മുടെ ഈ ഒരു പിക്ചറിൽ തന്നെ കാണുന്നുണ്ട് പ്ലസ് ക്യൂ ആൻഡ് മൈനസ് ക്യൂ എന്ന് പറഞ്ഞിട്ടുള്ള 2 ഓപ്പോസിറ്റ് ചാർജസ്. ഇതെന്താണ്, ഒരു സ്മോൾ ഡിസ്റ്റൻസ് 2a കേട്ടോ, 2l ആണ് വരുന്നത്. അത് കൊടുത്തപ്പോൾ ഒരു മിസ്റ്റേക്ക് കറക്ഷൻ വന്നതാണ്. ഡിസ്റ്റൻസ് എന്ത് വെച്ചിട്ടാണ്, 2l വെച്ചിട്ടാണ് കേട്ടോ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എനി പോയിന്റ് ഡ്യൂ ടു എ ഡൈപോൾ ഡിപ്പെൻഡ്സ് ഓൺ ദി പൊസിഷൻ ഓഫ് ദി പോയിന്റ് റിലേറ്റീവ് ടു ദ ഡൈപോൾ. അപ്പം അത് ഈ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഡൈപോളിൽ ഉണ്ടാകുന്ന ആ ഒരു ഇലക്ട്രിക് ഫീൽഡ് എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, ആ ഒരു ഡൈപോളിന് റിലേറ്റീവ് ആയിട്ടുള്ള ഒരു പൊസിഷൻ ആയിരിക്കും അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ പി ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു 2l ആയിരിക്കും അതിൻ്റെ ആ ഒരു ഡൈപോൾ മൊമെൻറ്റ് വരുന്നത്. വേർ ക്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഈ ചാർജ് കേട്ടോ. 2 ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് ക്യൂ ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. 2l എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ സെപ്പറേഷൻ ബിറ്റ്വീൻ ദ ചാർജസ്, ദ ഇലക്ട്രിക്. സോ ഇതിൻ്റെ SI യൂണിറ്റ് ആയിട്ട് വരുന്നത് കൂളോമീറ്റർ ആണ്. ദ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ഡൈപോൾ അറ്റ് എ പോയിന്റ് can be derived using the superposition principle. ഓക്കെ, അത് വെച്ചിട്ടാണ് നമ്മൾ ഇത് ഡിറൈവ് ചെയ്യുന്നത്. ഇനി ഇതിൽ തന്നെ നമ്മൾ 2 കേസസ് ആയിട്ടാണ് ഇലക്ട്രിക് ഫീൽഡിനെ ഡ്യൂ ടു എ ഡൈപോൾ വെച്ചിട്ട് നമ്മൾ ഡിറൈവ് ചെയ്ത് പോകുന്നത്. അതിൽ കേസ് 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ഡൈപോൾ അറ്റ് എൻ എക്സിയൽ പോയിന്റ്. എക്സിയൽ പോയിന്റ് എന്ന് വെച്ചാൽ അലോങ് ദി ഡൈപോൾ ആക്സിസിന് അലോങ് ആയിട്ടുള്ള ഒരു എക്സിയൽ ലൈനിലാണ്. അതായത് എക്സിയൽ ലൈനിൽ ഈ ഒരു പോയിന്റ്, ദ പോയിന്റ് ഈസ് ലൊക്കേറ്റഡ് അലോങ് ദി ലൈൻ ജോയിനിങ് ഓഫ് 2 ചാർജസ്. അപ്പോൾ നമുക്ക് നോക്കാം. ലെറ്റ് ദ പോയിന്റ് ബി അറ്റ് എ ഡിസ്റ്റൻസ് r ഫ്രം ദ സെൻറ്റർ ഓഫ് ദി ഡൈപോൾ. ലൈക്ക് ഫസ്റ്റ് ഈ ഒരു സെക്ഷനിൽ നമുക്ക് വരുന്നത് ഇത് ചെറിയൊരു ഡെറിവേഷൻ ഉണ്ട്, പക്ഷേ ആ ഡെറിവേഷന് നോക്കുന്നില്ല. നിങ്ങൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഡെറിവേഷൻ വരുമ്പോൾ ടെക്സ്റ്റിലൊന്ന് റെഫർ ചെയ്താൽ മതി. ജസ്റ്റ് ഈ ഒരു കേസ് 1 അതിൻ്റെ ആ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുന്നത് ഈസ് ഈക്വൽ ടു 2p/4πε r³ ആണ് കേട്ടോ. ആൻഡ് കേസ് 2 വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ഡൈപോൾ അറ്റ് എ പോയിന്റ് ഓൺ ദി പെർപെൻഡിക്കുലർ ബൈസെക്ടർ. പെർപെൻഡിക്കുലർ ആയിട്ടുണ്ടാകുമ്പോൾ അതിൻ്റെ ഈ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഡൈപോൾ കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് അതായത് ഇക്വിറ്റോറിയൽ ലൈനിലായിരിക്കും കേട്ടോ ഉണ്ടാകുന്നത്. അപ്പം അതിൻ്റെ ഇക്വേഷനായിട്ട് വരുന്നത് ഈസ് ഈക്വൽ ടു p/4πε0 r³ ആണ്. That is, the direction of the electric field on the equatorial line is opposite to the direction of the dipole moment. ഡൈപോൾ മൊമെൻറ്റിന് ഓപ്പോസിറ്റ് ആയിരിക്കും നമ്മുടെ ഇക്വിറ്റോറിയലത്തുള്ള അല്ലെങ്കിൽ ആ ഒരു പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡിറക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ,
അപ്പോൾ നമുക്ക് ഇത് രണ്ടിലും പറയാം, ബോത്ത് കേസസ് ദ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ഡൈപോൾ ഡിക്രീസ് ചെയ്യുന്നുണ്ട്. എത്ര വെച്ചിട്ടാണ്? 1/r³ വെച്ചിട്ട്. മച്ച് ഫാസ്റ്റർ ദാൻ ദി ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ സിംഗിൾ ചാർജ് അല്ലേ? ഒരു സിംഗിൾ ചാർജിനെ കാലുപരി അത് എത്രത്തോളം 1/r³ ഡിക്രീസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം ഇലക്ട്രിക് ഡൈപോളിനെ യൂണിഫോം ഫീൽഡ്. യൂണിഫോം ഫീൽഡിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഡൈപോൾ ഒരു നിങ്ങൾക്ക് ഇവിടെ ചിത്രത്തിൽ കാണിക്കുന്നുണ്ട്. ഒരു യൂണിഫോം ഫീൽഡാണ് ഇവിടെ പിക്കിൽ കാണിച്ചിട്ടുള്ളത്. അതിൽ ഈ ഒരു ഡൈപോൾ, ഇലക്ട്രിക് ഡൈപോൾ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ നമ്മൾ പ്ലേസ് ചെയ്തു. ഒരു ടോർക്ക് അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഒരു ടോർക്ക് എന്തായിരിക്കും? എക്സ്പീരിയൻസ് ദാറ്റ് ടെൻഡ്സ് ടു അലൈൻ ദ ഡൈപോൾ വിത്ത് ദി ഡയറക്ഷൻ ഓഫ് ദി ഫീൽഡ്. ഒരു ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ ഈ ഒരു എന്താണ് ഡൈപോൾ ടോർക്ക് ടെൻഡ് ചെയ്യുന്നുണ്ട്. ഹവർ since the field is uniform ആണ്, no net force acts on the dipole but a torque is exerted due to the equal and opposite force on the two charges. ഇവിടെ രണ്ട് ചാർജസ് ഉണ്ടാവില്ലേ, പ്ലസ് ക്യൂ ഉണ്ട് ആൻഡ് മൈനസ് ക്യൂ ഉണ്ട്. ആ ഒരു ചാർജസ് കാരണം എന്താണ് ഇതിലേക്കൊരു ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ടോർക്കിൻ്റെ ഒരു സിമ്പിൾ നമുക്ക് നോക്കാം. കൺസിഡർ അനുഭവപ്പെടുന്ന ടോർക്ക്. ആ ഒരു ടോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട് ഇറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് വൺ ഓഫ് ദ ഫോഴ്സ് ആൻഡ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫോഴ്സസ്. ഒരു വൺ ഓഫ് ദ ഫോഴ്സിൻ്റെ പ്രൊഡക്റ്റാണ് അതിൻ്റെ ഫോഴ്സിൻ്റെ ഡിസ്റ്റൻസിന് പെർപെൻഡിക്കുലറും ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പം ടോക്കിനെ നമുക്ക് നോർമലി ടോർക്ക് ഈക്വൽ ടു F ഇൻറ്റു ടോക്കിനെ നമുക്ക് നോർമലി F ഇൻറ്റു 2a സൈൻ തീറ്റ. ദാറ്റ് ഈസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫോഴ്സ് ആം ഓഫ് ദി കപ്പിൾ എന്താണ് 2a സൈൻ തീറ്റ ആണ് കേട്ടോ. ഇവിടെ വരുന്ന ആ ഒരു ചാർജസിൻ്റെ തീറ്റ ഇവിടെ കാണിക്കുന്നുണ്ടല്ലോ, അത് 2a സൈൻ തീറ്റയാണ്. അപ്പം ഇനിയിപ്പോൾ നമുക്ക് ഫോഴ്സിന് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക? ഫോഴ്സ് ഈക്വൽ ടു Q ഇൻറ്റു E എന്ന് കൊടുക്കാം. ഓക്കെ, ഇനിയിപ്പം നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് QE വരുന്നത്, QE ഇൻറ്റു Y. ഓക്കെ, ആൻഡ് സിൻസ് ദി ഡൈപോൾ മൊമെൻറ്റ് നമുക്ക് കിട്ടുന്നത് QE ഇൻറ്റു 2L സൈൻ തീറ്റ എന്നായിരിക്കും കേട്ടോ. അപ്പം ലാസ്റ്റ് ടോർക്ക് ഇസ് ഈക്വൽ ടു എന്താണ് വരുന്നത്? PE സൈൻ തീറ്റ. ഓക്കെ, ദസ് ദി ടോർക്ക് ആക്ടിങ് ഓൺ എ ഇലക്ട്രിക് ഡൈപോൾ ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഈസ് എന്താണ് നമുക്ക് പറയുന്നത്? ടോ ഈസ് ഈക്വൽ ടു PE സൈൻ തീറ്റ എന്ന് പറയാം. അതായത് the direction of the torque is such that it tends to rotate the dipole to align with the electric field. അപ്പം when theta equal to 0 degree ആകുമ്പോൾ ഡൈപോള് അലൈൻ ചെയ്യും ഈ ഒരു ഫീൽഡിനനുസരിച്ച്. അപ്പം ടോർക്ക് 0 ആയിരിക്കും മാറുന്നുണ്ട് കേട്ടോ. അപ്പം തീറ്റ 90 ഡിഗ്രി ആകുമ്പോൾ ടോർക്ക് മാക്സിമം പൊസിഷനിലെത്തും, അത് ഈക്വൽ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ്. ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇമാജിനറി ലൈൻസ് ആണ്, യൂസ്ഡ് ടു റെപ്രസെൻറ്റ് ദി ഇലക്ട്രിക് ഫീൽഡ് അറൗണ്ട് ദി ചാർജ്ഡ് ഓബ്ജക്ട്സ്. അപ്പോൾ ഈ ഒരു പിക്ചറിൽ തന്നെ ഉണ്ട് ഒരു ഇമാജിനറി ലൈൻസ് ഇലക്ട്രിക് ഫീൽഡ് അറൗണ്ട് ദി ചാർജ്ഡ് ഒബ്ജക്ട്സ്. രണ്ട് ചാർജ്ഡ് ഒബ്ജക്ട്സ് ഉണ്ട്, ചാർജസ് ഉണ്ട്, പ്ലസ് ക്യൂ ഉണ്ട്, മൈനസ് ക്യൂ ഉണ്ട്. അപ്പം പ്ലസ് ചാർജിൽ എങ്ങനെയായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്? അത് പുറത്തോട്ടേക്കായിരിക്കും അല്ലേ ചാർജ് അനുഭവപ്പെടുന്നത്. മൈനസ് ക്യൂവിൽ അതിൻ്റെ ഉള്ളിലോട്ടായിരിക്കും ചാർജ് അനുഭവപ്പെടുന്നത്. ഓക്കെ, ഈ ഒരു ലൈൻസ് എന്താണ് നമുക്ക് തരുന്നത്? ഒരു വിഷ്വൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദി ഡയറക്ഷൻ ആൻഡ് സ്ട്രെങ്ത് ഓഫ് ദി ഇലക്ട്രിക് ഫീൽഡ്.
ഇനിയിപ്പം ഈ ഒരു ഇലക്ട്രിക് ലൈൻസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തെന്ന് നോക്കാം നമുക്ക്. അതിൻ്റെ ഡയറക്ഷൻ പോസിറ്റീവ് ചാർജസിന് എവേ ആയിരിക്കും. ഈ ഒരു ഇതിൽ തന്നെ ഉണ്ട്, എവേ ആയിരിക്കും അല്ലേ അതിൻ്റെ പോയിന്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ. അതിൻ്റെ നെഗറ്റീവ് ചാർജസിന് അത് ടുവേർഡ്സ് ആയിരിക്കും വരുന്നത്. ദ ഡയറക്ഷൻ ഓഫ് ദി ഫീൽഡ് അറ്റ് എനി പോയിന്റ് ഈസ് ടാൻജൻറ്റ് ടു ദി ലൈൻ ഓഫ് ഫോഴ്സ് അറ്റ് ദാറ്റ് പോയിന്റ്. ഈ പിന്നാണെങ്കിൽ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക് പറയാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് കേട്ട് പോയാൽ മതി കേട്ടോ. അത് ഇലക്ട്രിക് ലൈൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പോസിറ്റീവ് ചാർജിലായിരിക്കും ആൻഡ് എൻഡ് ചെയ്യുന്നത് നെഗറ്റീവ് ചാർജസിലായിരിക്കും. സിംഗിൾ ഐസൊലേറ്റഡ് ചാർജ് ഇത് ഈതർ എക്സ്റ്റെൻഡഡ് ടു ഇൻഫിനിറ്റി ഓർ കം ഫ്രം ഇൻഫിനിറ്റി. ഒന്നെങ്കിൽ എന്താണ് ഇൻഫിനിറ്റിന്നായിരിക്കും, അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് ഇൻഫിനിറ്റിയിലേക്കായിരിക്കും. ഈ ഒരു ലൈൻസ് ഉണ്ടല്ലോ നിങ്ങൾക്കിപ്പം അത് ഇൻ്റർസെക്റ്റ് ചെയ്ത് പോവേയില്ല കേട്ടോ. അങ്ങനെ അത് ഇൻ്റർസെക്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ടു ഡയറക്ഷൻ ഓഫ് ദി ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ സിംഗിൾ പോയിന്റ് വിച്ച് ഈസ് ഇമ്പോസിബിൾ ആണ് ഇങ്ങനെ ഇൻ്റർസെക്റ്റ് പോകാനുള്ളത്. നോർമലി അത് ഇൻ്റർസെക്റ്റ് ചെയ്ത് പോകത്തില്ല. ആൻഡ് ദ ഡെൻസിറ്റി ഓഫ് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഹൗ ക്ലോസ് ദേ ആർ ടു ഈച്ച് അതർ അല്ലേ, എത്രത്തോളം അടുത്തടുത്തായിരിക്കും അത് ഉണ്ടാവുന്നത്. അതിനെ എന്ത് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത് സ്ട്രെങ്ത് ഓഫ് ദി ഇലക്ട്രിക് ഫീൽഡ്. സ്ട്രോങ്ങർ ഇലക്ട്രിക് ഫീൽഡ് ഹാസ് എ ക്ലോസ്ലി സ്പേസ്ഡ് ലൈൻസ് ആയിരിക്കും അല്ലേ. അത്രയും സ്ട്രോങ്ങർ ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡിന് ക്ലോസ്ലി സ്പേസ്ഡ് ആയിട്ടുള്ള ലൈൻസ് ആയിരിക്കും ഉണ്ടാകുന്നത്. വീക്കർ ഇലക്ട്രിക് ഫീൽഡിനാണെങ്കിലോ ഒരു കുറച്ചും കൂടെ സ്പ്രെഡ് ഔട്ട് ആയിട്ടുള്ള ലൈൻസ് ആയിരിക്കും വരുന്നത്. ഇലക്ട്രിക് ലൈൻസിനാണെങ്കിൽ കണ്ടിന്യൂസ് കേർവ്സ് ആയിരിക്കും. അതിൻ്റെ ഫോഴ്സസ് ലൈൻസ് ഓഫ് ഫോഴ്സിന് കണ്ടിന്യൂസ് കേർവ്സ് ആയിരിക്കും. അതിൻ്റെ ഫസ്റ്റ് പോസിറ്റീവ് ചാർജ് മുതൽ ആൻഡ് ദി നെഗറ്റീവ് ചാർജ് വരെ. ദ നെവർ ബ്രേക്ക് ഇൻ ബിറ്റ്വീൻ അല്ലേ, അത് ഇടയ്ക്ക് വെച്ചിട്ടത് ബ്രേക്ക് ചെയ്ത് പോകത്തില്ല. സ്റ്റാർട്ട് പൊസിഷൻ മുതൽ എൻഡ് പൊസിഷൻ വരെ ഒരു കണ്ടിന്യൂസ് കേർവ് പൊസിഷനിൽ അത് മെയിൻറ്റെയിൻ ചെയ്യും. ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. അത് എന്താ ഈ ഒരു പിക്ചറിലുണ്ട്, രണ്ടാമത്തെ ബി പിക്ചറിലുണ്ടല്ലോ, അത് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലായിരിക്കും പോകുന്നത്. ജസ്റ്റ് ഒരു കണ്ടിന്യൂസ് കേർവ് ആയിട്ടായിരിക്കും വരുന്നത്. ആൻഡ് നെവർ ബ്രേക്ക് ഇറ്റ് ഇൻ ബിറ്റ്വീൻ വെച്ച് അത് ടെർമിനേറ്റ് ചെയ്യപ്പെട്ട് പോകുന്നേ ഇല്ല കേട്ടോ. ആൻഡ് ദി ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ആർ ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ദി സർഫസ് ഓഫ് ദി കണ്ടക്ടർ സർഫസിൽ ഓൾവേസ് ഈ ഒരു ഇലക്ട്രിക് ലൈൻ ഓഫ് ഫോഴ്സ് എന്തായിരിക്കും പെർപെൻഡിക്കുലർ ആയിരിക്കും. കാരണം എന്താണ്, ദ ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് എ കണ്ടക്ടർ 0 ആയിരിക്കും ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക് കണ്ടീഷനിൽ. ആൻഡ് ദ ചാർജസ് ഓൺ ദി സർഫസ് അത് തന്നെ സ്വയം തന്നെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഈ ഒരു വേയിൽ ദ ഫീൽഡ് ഔട്ട്സൈഡ് ദ കണ്ടക്ടർ ഈസ് പെർപെൻഡിക്കുലർ ഇറ്റ്സ് സർഫസ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം ടോപ്പിക്ക് വരുന്നത് ദ ഇലക്ട്രിക് ഫ്ലെക്സ് ആൻഡ് ഗോസസ് ലോ ആണ്. ഫസ്റ്റ് നമുക്ക് ഇലക്ട്രിക് ഫ്ലെക്സിൻ്റെ ഫോർമുല എന്താണെന്ന് നോക്കാം, അല്ലെങ്കിൽ ഇലക്ട്രിക് ഫ്ലെക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഇലക്ട്രിക് ഫ്ലെക്സ് ഈസ് എ മെഷർ ഓഫ് ദി നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻ പാസിങ് ത്രൂ എ ഗിവൺ സർഫസ്. അതായത് ഒരു സർഫസിൽ ഉണ്ടാകുന്ന നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്സിൻ്റെ അതിൻ്റെ മെഷർമെൻറ്റിനെയാണ് ഇലക്ട്രിക് ഫ്ലെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഈ ഒരു ഫോർമുല വെച്ച് നോക്കുന്നുണ്ടെങ്കിൽ ദ ഇലക്ട്രിക് ഫ്ലെക്സ് phi through a surface is mathematically defined as Q equal to E dot A equal to E cos theta എന്നാണ് കേട്ടോ. ഇവിടെ Q അല്ല phi ആണത് വരുന്നത്. Phi is the electric flux and the E is the magnitude of the electric field. ഇനിയിപ്പം A ഡിനോട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏരിയ ഓഫ് ദി സർഫസ് ത്രൂ നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസ് ചെയ്യുന്ന ആ ഒരു സർഫസ് ആണ് A വരുന്നത്. തീറ്റ ഉണ്ടല്ലോ, ഇ എ കോസ് തീറ്റ എന്ന് വരുന്ന ആ ഒരു തീറ്റ അതൊരു ആംഗിളാണ് ഇവിടെ മുതലുള്ളത്. ഇലക്ട്രിക് ഫീൽഡിനും നോർമൽ സർഫസിനും ഇടയിൽ വരുന്ന ഒരു എ എന്ന് പറഞ്ഞ് വരുന്ന ഇക്കും എക്കും ഉണ്ടല്ലോ, അതിൻ്റെ ഇടയിൽ വരുന്ന ഒരു ആംഗിളാണ് തീറ്റ വരുന്നത് കേട്ടോ. അപ്പം ഇ എ കോസ് തീറ്റ ഇസ് ദി ഡോട്ട് പ്രൊഡക്റ്റ് ഓഫ് ദി ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ദി ഏരിയ വെക്റ്റർ. നോർമലൈസ് ചെയ്തിട്ട് അങ്ങനെ നമുക്ക് പറയാം. ഓക്കെ, ഇനി ഇതിൽ തന്നെ
ഇലക്ട്രിക് ഫീൽഡ് ഈസ് യൂണിഫോം ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ സർഫസ് ആണെങ്കിൽ, ദറ്റ് ഈസ് തീറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ 0 ആണെങ്കിൽ, അപ്പം ഫ്ലെക്സ് എന്തായിരിക്കും വരുന്നത്? ഫ്ലെക്സ് ഫൈ ഈസ് ഈക്വൽ ടു ഇ എ ആയിരിക്കും കേട്ടോ. പെർപെൻഡിക്കുലർ ആണെങ്കിൽ, അവിടെ ആംഗിളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ 0, കോസ് 0 ആണെങ്കിൽ എന്താണ്? 1 ആയിരിക്കും വരുന്നത്. കോസ് 0 1 ആണെങ്കിൽ, അതായത് ആംഗിൾ 0 ഡിഗ്രി ആണെങ്കിൽ എന്തായിരിക്കും? കോസ് 0 ഡിഗ്രി ഈസ് ഈക്വൽ ടു 1 ആണ്. അപ്പം ഇ എ ഇൻറ്റു 1 എന്തായിരിക്കും? ഇ എക്ക് തുല്യമായിരിക്കും അല്ലേ? ഫൈ ഈസ് ഈക്വൽ ടു ഇ എ ആണ് വരുന്നത്. എപ്പോഴാണ് ഈ ഒരു കണ്ടീഷൻ വരുന്നത്? ദ ഇലക്ട്രിക് ഫീൽഡ് ഈസ് യൂണിഫോം ആൻഡ് പെർപെൻഡിക്കുലർ ദ സർഫസിൻ്റെ യൂണിഫോമോ അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആയിക്കഴിഞ്ഞാൽ ഫൈ ഈസ് ഈക്വൽ ടു ഇ എ ആയിരിക്കും വരുന്നത്. ഓക്കെ. ഇനിയിപ്പം ഈ ഒരു ഇലക്ട്രിക് ഫീൽഡ് നോട്ട് യൂണിഫോം ആവുന്ന കേസ് ഉണ്ടാവുമോ? അല്ലെങ്കിൽ സർഫസ് കർവ്ഡ് ആയിരിക്കുന്ന സന്ദർഭത്തിലും ഇതൊരു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ വെച്ചിട്ടായിരിക്കും കേട്ടോ ഉണ്ടാവുന്നത്. ഫൈ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എസ് ഇ ഡോട്ട് എ എന്നായിരിക്കും കേട്ടോ ഇതിൻ്റെ ഇക്വേഷനായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഗുവാസസ് ലോ. ഗുവാസസ് ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇതൊരു ഫണ്ടമെൻ്റൽ ലോ ആണ്. ദ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് എന്തിനാണ് റിലേറ്റ് ചെയ്യുന്നത്? ഇത് ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ദ ക്ലോസ്ഡ് സർഫസ്. ഇത് ക്ലോസ്ഡ് സർഫസിൽ ഉണ്ടാകുന്ന ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സിനെയാണ് കേട്ടോ ഇത് പറയുന്നത്. ഈ ഒരു ക്ലോസ്ഡ് സർഫസിനെ നമ്മൾ ഗോസിയൻ സർഫസ് എന്നുകൂടെ പറയുന്നുണ്ട്. ആ ഒരു സർഫസ് ഫുള്ളും എൻക്ലോസ്ഡ്, ചാർജ് എൻക്ലോസ്ഡ് വിത്തിൻ ദി സർഫസ്. മാത്തമാറ്റിക്കലി ഗോസസ് ലോ ഈസ് എക്സ്പ്രസ്ഡ് ആസ് phi equal to closed integral s e dot dA is equal to q enclosed by epsilon 0. Okay, അതായത് the total electric flux through a closed surface is proportional to the total charge enclosed with the surface. അല്ലേ? ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ഒരു എൻ്റയർ ഇക്വേഷൻ എന്ന് വെച്ചാൽ അതാണ് കേട്ടോ. ഒരു ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ ആ ഒരു ടോട്ടൽ ക്ലോസ്ഡ് സർഫസിൽ ഉണ്ടാകുന്ന ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിന് പ്രൊപ്പോർഷണലാണ്? ഒരു ടോട്ടൽ ചാർജ്, ഒരു സർഫസിൽ ഉണ്ടാകുന്ന എൻക്ലോസ് ചെയ്തിരിക്കുന്ന ടോട്ടൽ ചാർജിന് ഈക്വൽ ആണെന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ എക്സ്പ്രഷനാണ് നമ്മളിപ്പം താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എ ക്ലോസ്ഡ് സർഫസ്. ഓക്കെ, അപ്പോൾ ഇ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡാണ് വരുന്നത്. ഓക്കെ, എൻ്റെ എപ്സിലോണൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? ദറ്റ് ഈസ് പെർമിറ്റിവിറ്റി ഓഫ് ദി ഫ്രീ സ്പേസ് വിത്ത് എ വാല്യൂ എപ്സിലോൺ 0. അപ്പോൾ ഇപ്പം ഗോസസ് ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് എന്ത് ഇൻ്റർപ്രറ്റ് ചെയ്യാം? ഒരു ചാർജും ഇല്ല ഈ ഒരു സർഫസിൻ്റെ ഉള്ളിൽ, ക്ലോസ്ഡ് സർഫസിൻ്റെ ഉള്ളിൽ ദർ ഇസ് നോ ചാർജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ടോട്ടൽ ഫ്ലക്സ് ത്രൂ ദ സർഫസ് ഇസ് 0 ആയിരിക്കും എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പം ഈ ഒരു ക്ലോസ്ഡ് സർഫസിൽ ഇനി എന്തെങ്കിലും ചാർജ് ഉള്ളതാണെങ്കിലോ ആ ഒരു ടോട്ടൽ ഫ്ലക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊപ്പോർഷണൽ ടു ദ എമൗണ്ട് ഓഫ് ചാർജ് എൻക്ലോസ്ഡ് ഇൻ ഇറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഗോസസ് ലോ ഉള്ള. എന്തൊക്കെ ആപ്ലിക്കേഷനിൽ ഗോസസ് ലോ യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പോയിൻറ്റ് ചാർജ്. ഒരു അതായത് ഇലക്ട്രിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള സിറ്റുവേഷൻസിൽ ഹൈ സിമെട്രിക് ആയിട്ടുള്ള സ്പെരിക്കൽ, സിലിണ്ടർ അല്ലെങ്കിൽ പ്ലനാർ സിമെട്രി അങ്ങനത്തുള്ള സിറ്റുവേഷനിലൊക്കെ നമുക്ക് ഈ ഒരു ഗോസസ് ലോ അപ്ലൈ ചെയ്യാം. അതിൻ്റെ ഫസ്റ്റ് എക്സാമ്പിളാണ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ. അതിൻ്റെ ഒരു ആപ്ലിക്കേഷനായിട്ട് നമുക്ക് പറയാം ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പോയിൻറ്റ് ചാർജ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ആൻ ഇൻഫൈനൈറ്റ് ലൈൻ ഓഫ് ചാർജ്, ലോങ് ലൈന് അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ് ലൈൻ ഓഫ് ചാർജ്. ഓക്കെ, ഇതിൻ്റെ ഗോസസ് ലോൻ്റെ ആപ്ലിക്കേഷനാണ് കേട്ടോ. പോയിൻറ്റ് ചാർജ് ഇപ്പം ഇതിലെ പിക്ചർ നമ്മളിപ്പം കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതിൻ്റെ ഇക്വേഷൻ മാത്രം നമുക്ക് പഠിച്ചു പോകാം. ചെറിയൊരു ഡെഫിനിഷൻ ഉണ്ട്. അപ്പം ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ചോദിക്കാമെന്നുണ്ടെങ്കിൽ ഇപ്പം എന്തെങ്കിലും കാൽക്കുലേഷൻ മെത്തേഡും ആയിരിക്കും കൂടുതൽ പറയുന്നത്.
അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഇക്വേഷനിൽ പുട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പം ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഫോർ എ പോയിന്റ് ചാർജ് യൂസിങ് എ സ്പെരിക്കൽ ഗോഷ്യൻ സർഫസ്. ഓക്കെ, നമ്മളിപ്പം ഈ ഒരു ഇവിടെ ഒരു സർഫസ് എടുത്തിട്ടുണ്ട്, ഒരു ചാർജ് സെൻറ്റർ ചെയ്തിട്ടുണ്ട് അല്ലേ, പ്ലസ് ക്യൂ ചാർജാണ് നമ്മളിവിടെ സെൻറ്റർ ചെയ്തിരിക്കുന്നത്. ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ ഡിസ്റ്റൻസ് ആർ ഫ്രം, നമ്മളൊരു ഡിസ്റ്റൻസിലേക്ക് ചെയ്യുന്നതാണെങ്കിൽ അപ്പം ആ ഒരു ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് എത്രയായിരിക്കും എന്നാണ് പറയുന്നത്. അത് ഈസ് ഈക്വൽ ടു Q/4πε r² ആയിരിക്കും കേട്ടോ കിട്ടുന്നത്. പക്ഷേ ചെറിയൊരു ഡെറിവേഷൻ ഉണ്ട്, ഞാനതൊന്ന് സ്കിപ്പ് ചെയ്താണ്, ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട്, നിങ്ങൾക്കത് നോക്കാം വേണമെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ നോട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ വേണമെങ്കിൽ ആ ഒരു ഡെറിവേഷനും കൂടി എടുക്കാം. ആൻഡ് ദി സെക്കൻഡ് ആപ്ലിക്കേഷൻ, ഗോസസ് ലോൻ്റെ സെക്കൻഡ് ആപ്ലിക്കേഷനായിട്ട് വരുന്ന ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ലോങ് ലൈൻ ചാർജാണ്. ലോങ് ലൈൻ ചാർജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ഒരു സിലിണ്ടർ ഷേപ്പ് ആയിട്ടുള്ള ഒരു ഇൻഫൈനൈറ്റ് ലൈൻ ഓഫ് ചാർജസ്, ഒരു യൂണിഫോം ലീനിയർ ചാർജ് ഡെൻസിറ്റി ഉണ്ടാവും. ഓക്കെ, ഒരു സർക്കുലർ സിലിണ്ടറാണ് ഈ ഒരു പിക്ചറിൽ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ഫോർ എൻ ഇൻഫൈനൈറ്റ് ലൈൻ ചാർജ് വിത്ത് ലീനിയർ ചാർജ് ഡെൻസിറ്റി. ഒരു ലീനിയർ ചാർജ് ഡെൻസിറ്റി ഉള്ളത് എന്തായിരിക്കും? ലാംഡ വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുന്നതാണെങ്കിൽ യൂസിങ് എ സിലിണ്ടർ ഗോസിയൻ സർഫസ് വിത്ത് റേഡിയസ് r ആൻഡ് ലെങ്ത് l. ഒരു ലെങ്ത് എല്ലും റേഡിയസ് ആറുമായിട്ടുള്ള എന്താണ് ഗോസിയൻ സർഫസ് ആണെങ്കിൽ ഓക്കെ, ദ ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും? ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു σ1 ഡിവൈഡഡ് ബൈ 2πε0 r എന്നായിരിക്കും കേട്ടോ വരുന്നത്. ജസ്റ്റ് ഇതിൻ്റെ ഇക്വേഷൻ മാത്രം പഠിച്ചു പോവാം. നെക്സ്റ്റ് നമുക്ക് നോക്കാം ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ യൂണിഫോംലി ചാർജ്ഡ് സ്പെരിക്കൽ ഷെൽ. അതിൽ ഒരു യൂണിഫോംലി ചാർജ്ഡ് സ്പെരിക്കൽ ഷെൽ വിത്ത് ടോട്ടൽ ചാർജ് Q ഡിസ്ട്രിബ്യൂട്ടഡ് യൂണിഫോംലി ഓവർ ഇറ്റ് സർഫസ്. നമുക്ക് അത് വെച്ചിട്ടൊന്ന് കൺസിഡർ ചെയ്യാം. വി ആർ ഇൻട്രസ്റ്റഡ് ഇൻ ഫൈൻഡിങ് ഇൻ ദി ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് 2 കീ ലൊക്കേഷൻസ്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ വരുന്നത് അറ്റ് എ പോയിന്റ് ഔട്ട്സൈഡ് ദ ഷെല്ല്, ഫീൽഡിൻ്റെ എക്സ്റ്റേണൽ പോയിന്റ്, ആ ഒരു ഷെല്ലിൻ്റെ എക്സ്റ്റേണൽ പോയിന്റ് ആണ് നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്നത്. എന്ത് സെക്കൻഡ് വൺ തിങ് എന്ന് വെച്ചാൽ അറ്റ് എ പോയിന്റ് ഇൻസൈഡ് ദ ഷെല്ല്, ആ ഒരു പോയിന്റിൻ്റെ ഇൻസൈഡ്, ആ ഒരു ഷെല്ലിൻ്റെ ഇൻസൈഡ് എന്തായിരിക്കും ഉണ്ടാകുന്നതെന്ന് നമുക്ക് നോക്കാം. ഇലക്ട്രിക് ഫീൽഡ് അറ്റിനെ എക്സ്റ്റേണൽ പോയിന്റിൽ വെച്ച് നോക്കുന്നതാണ്. ഈ ഒരു മറ്റേ പിക്ചറിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് അല്ലേ. r എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ദ ഡിസ്റ്റൻസ് ഓഫ് ദി പോയിന്റ് ഫ്രം ദ സെൻറ്റർ ഓഫ് ദ സ്പെരിക്കൽ ഷെല്ല്. ഈ ഒരു സ്പെരിക്കൽ ഷെല്ലിൻ്റെ സെൻറ്റർ എന്ന് ഉള്ള ഡിസ്റ്റൻസിനെയാണ് r എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ദി ഫീൽഡ് ആൻഡ് എക്സ്റ്റേണൽ പോയിന്റിൽ നമുക്ക് ഫൈനൽ ഇക്വേഷൻ നോക്കാം. ഈസ് ഈക്വൽ ടു Q/4πε r² എന്നാണ് വരുന്നത്. നോർമലി നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഒരു ഇതുപോലെ തന്നെയാണ് ഈ ഒരു ഫീൽഡ് ആൻഡ് എക്സ്റ്റേണൽ പോയിന്റ് വരുന്നത്. ചെറു കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തോന്നാം ഇവിടെ ഒരു ചാർജ് പാർട്ടിക്കിൾസ് ഉണ്ടല്ലേ, പോസിറ്റീവ് സൈന് എക്സ്റ്റേണൽ ആയിട്ട് നമ്മൾ പറയുന്നത്. അപ്പം ഒരു ഇലക്ട്രിക് ഫീൽഡ് ഔട്ട്സൈഡ് ആയിട്ടുള്ള യൂണിഫോംലി ചാർജ്ഡ് ആയിട്ടുള്ള സ്പെരിക്കൽ ഷെല്ലിൽ അതെങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ചാർജ് വെർ കോൺസെൻട്രേറ്റഡ് അറ്റ് ദി സെൻറ്റർ ഓഫ് ദ ഷെല്ല്, ആ ഒരു ഷെല്ലിൻ്റെ സെൻറ്ററിലായിരിക്കും ചാർജ് കോൺസെൻട്രേറ്റഡ് ആയിട്ട് വരുന്നതെന്നാണ്. ഇറ്റ് ഈസ് ഐഡൻറ്റിക്കൽ ടു ദ ഫീൽഡ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ്. ഒരു പോയിന്റ് ചാർജിന് സമാനമാണ് കേട്ടോ ഇത് വരുന്നത്. സെൻറ്റർ ഓഫ് ദ സെല്ലിലായിരിക്കും ഫീൽഡ് അറ്റ് എക്സ്റ്റേണൽ പോയിന്റിൽ ആ ഒരു ഇലക്ട്രിക് ചാർജ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വെക്കുന്നത്, കോൺസെൻട്രേറ്റ് വെക്കുന്നത്. അപ്പം ആൻഡ് നെക്സ്റ്റ് ഫീൽഡ് അറ്റ് ഇൻറ്റേർണൽ പോയിന്റിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ദ യൂണിഫോംലി ചാർജ്ഡ് സ്പെരിക്കൽ ഷെല്ല്. അത് ഇൻസൈഡ് എന്താണ്? ഒരു ചാർജ് പാർട്ടിക്കിൾസ് ഉണ്ടല്ലേ, അതിൻ്റെ സ്പെരിക്കൽ ഷെല്ല് 0 ആയിരിക്കും കേട്ടോ. അതിൻ്റെ റേഡിയസ് കണ്ടോ, ആരെ വെച്ചിരുന്ന
അതിൻ്റെ യൂണിഫോംലി ചാർജ്ഡ് സ്ഫെറിക്കൽ ഷെൽ ഈസ് 0 ആയിരിക്കും. ദാറ്റ് ഈസ് ദിസ് റിസൾട്ട് ഈസ് എ കോൺസിക്വൻസ് ഓഫ് ദി ഷെൽ സിമെട്രി. Can be understood intuitively. The electric field contribution from opposite parts of the shell cancel out at any internal point. ഏതൊരു ഇൻറ്റേർണൽ പോയിന്റിൽ വെച്ചിട്ട് അത് ക്യാൻസൽ ഔട്ട് ചെയ്യപ്പെടാം. ഓക്കെ, അതാണ് ഫീൽഡ് അറ്റ് എൻ ഇൻറ്റേർണൽ പോയിന്റിൽ വരുന്നത്. ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും വരുന്നത് ഇലക്ട്രിക് ഫീൽഡ്. നോ ഇലക്ട്രിക് ഫീൽഡ്. അപ്പം ഇതിൻ്റെ ക്യൂബ് എന്തായിരിക്കും 0 ആയിരിക്കും വരുന്നത്. ഓക്കെ, ഒരു ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ആൻ ഇൻഫൈനൈറ്റ് പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജിൽ, ഒരു ഇൻഫൈനൈറ്റ് പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജ് ഇപ്പം കൺസിഡർ ചെയ്യാം. ആൻഡ് ചാർജ് ഡെൻസിറ്റി ഈറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർജ് പെർ യൂണിറ്റ് ഏരിയ ആണ്. വി എയിം ടു ഫൈൻഡ് ദി ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് നിയർ ദി ഷീറ്റ്. ഓക്കെ, അപ്പം ഈ ഒരു ഇൻഫൈനൈറ്റ് പ്ലെയിൻ ഷീറ്റിൽ നമുക്ക് റിസൾട്ടായിട്ട് ഷോ ചെയ്യുന്നത് electric field due to an infinite plane sheet of charge is uniform and does not depend on the distance from the sheet. ഷീറ്റിൻ്റെ ഡിസ്റ്റൻസുമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്ന്. ഒരു യൂണിഫോം സർഫസ് ഉണ്ട് ഇവിടെ, അത് ഈ ഒരു ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. ദ ഫീൽഡ് ഈസ് ഡയറക്റ്റഡ് അവേ ഫ്രം ദ ഷീറ്റ് ഇഫ് ദ ചാർജ് ഈസ് പോസിറ്റീവ് ആൻഡ് ടുവേർഡ് ദ ഷീറ്റ് ഇഫ് ദ ചാർജ് ഈസ് negative. So electric field due to a plane sheet of charge is equal to sigma divided by 2 epsilon 0. And ലാസ്റ്റ് നമുക്ക് പഠിക്കാനുള്ള വാൻ ഡി ഗ്രാഫ് ജനറേറ്റർ ആണ്. ഇൻ കേസ് പരീക്ഷയ്ക്ക് ചോദിക്കാം ഈ ഒരു വാൻ ഡി ഗ്രാഫ് ജനറേറ്ററിനെ കുറിച്ച്. അത് ഞാൻ ഡെറിവേഷൻസ് ഒക്കെ കുറച്ച് സ്കിപ്പ് ചെയ്ത് പോയതാണ്. ജസ്റ്റ് അതിൻ്റെ ഡെറിവേഷൻസാണ് കൂടുതലുള്ളത്. അപ്പം ഈ ഒരു ചാപ്റ്ററിന് ഇലക്ട്രിക് ഫീൽഡ് എന്ത്, ഇലക്ട്രിക് ചാർജസ് എന്തെന്നൊക്കെയാണ് ചോദിക്കുന്നത്. പിന്നാണെങ്കിൽ നമുക്ക് വാൻ ഡി ഗ്രാഫ് ജനറേറ്ററിനെ കുറിച്ച് ചോദിക്കുന്നതാണെങ്കിൽ നെക്സ്റ്റ് പോയിൻ്റായിട്ട് അതാണ് വരുന്നത്. അപ്പം അതൊന്ന് നോക്കാം നമുക്ക്. അപ്പം വാൻ ഡി ഗ്രാഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഡിവൈസ് ആണ്. ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഫ്യൂ മില്യൺ വോൾട്ട്സ് വരെ നമുക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പം ഇതുണ്ടാക്കിയ നമ്മുടെ ആ ഒരു സയൻറ്റിസ്റ്റിൻ്റെ പേര് വരുന്നത് ഡിസൈനർ റോബർട്ട് ജെ വാൻ ഡി ഗ്രാഫ് ആണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ നിന്നാണ് വാൻ ഡി ഗ്രാഫ് എന്ന ഈ ഒരു ജനറേറ്ററിൻ്റെ നെയിമിങ് കിട്ടിയിരിക്കുന്നത്. ഒരു ലാർജ് മെറ്റാലിക് സ്ഫിയർ ഇവിടെ ഉണ്ട്, നിങ്ങൾക്ക് കാണാം. ദിസ് വൺ. ഓക്കെ, ഇതാണ് ലാർജ് മെറ്റാലിക് സ്ഫിയർ. അതിനെ എസ് എന്ന് ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. അതെന്ത് വെച്ചിട്ടാണ് മോൾഡ് ചെയ്തിരിക്കുന്നത്? ഒരു ലോങ് മെറ്റാലിക് ഒരു ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ് ഉണ്ട്. പിന്നെ കൂടാതെ ഒരു ലോങ് മെറ്റാലിക് നാരോ ബെൽറ്റ് ഉണ്ട്. ദാറ്റ് ഈസ് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ വെച്ചിട്ടാണ് കേട്ടോ മെയ്ഡ് ചെയ്തിരിക്കുന്നത്. അതായത് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ റബ്ബർ അല്ലെങ്കിൽ സിൽക്ക് വെച്ചിട്ടാണ്. പിന്നെ ഈ ഒരു മെറ്റാലിക് ബെൽറ്റിനെ പുള്ള് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ 2 പുള്ളീസ് ഉണ്ട്, P1 ആൻഡ് P2. P1 ആൻഡ് P2 ചിത്രത്തിൽ നിങ്ങൾക്കത് കാണാം. അപ്പം P2 എവിടെയാണ്? ഈ ഒരു സർഫസിൽ ഇവിടെയാണല്ലോ, സെൻറ്ററിലായിട്ടാണ് മോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. ആൻഡ് P1 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബോട്ടമായിട്ടാണ് മൗണ്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഒരു നാരോ മെറ്റാലിക് ഇതുണ്ടല്ലോ ബാക്ക് ചിത്രത്തിൽ കാണാം. എന്താണ് C1 C2 എന്ന് പറഞ്ഞിട്ട് ഒരു കോം ഷേപ്പ്ഡ് കണ്ടക്ടേഴ്സ് ഉണ്ട്. ഷാർപ്പ് പോയിൻറ്റ്സ് ആയിരിക്കും അതിലുണ്ടാകുന്ന മെറ്റാലിക് നീഡിൽസ് ആണ്. അത് എന്തിന് ഈ ഒരു 2 പുള്ളീസിൻ്റെ ഇടയ്ക്കായിട്ടാണ് മൗണ്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. ഈ ഒരു നീഡിൽസ് എങ്ങോട്ടേക്ക് ടുവേർഡ്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്? നമ്മുടെ ബെൽറ്റിന് ടുവേർഡ്സ് ചെയ്തിട്ടാണ് വരുന്നത്. ഈ C1 എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കണ്ടക്ടർ അത് ഹൈ പോസിറ്റീവ് പൊട്ടൻഷ്യലായിരിക്കും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ദി C2 ഈസ് കണക്റ്റഡ് ടു ദി ഇന്നർ സർഫസ് ഓഫ് ദി മെറ്റാലിക് സ്ഫിയർ എസ്. മെറ്റാലിക് സ്ഫിയർ എസിൻ്റെ ഇന്നർ സർഫസിലാണ് C2 വരുന്നത്, കണക്ട് ചെയ്ത് വരുന്നത്.
Near the sharp points of the comb-shaped conductor C1, the charge density and electrostatic fields are very high. Okay, അവിടെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ലൈൻസ് വെരി ഹൈ ആയിരിക്കും. ഒരു ഡൈഇലക്ട്രിക് ബ്രേക്ക് ഡൗൺ ഓഫ് ദ എയർ അവിടെ അതുകൊണ്ട് തന്നെ നടക്കുന്നുണ്ട്. സോ പ്രൊഡ്യൂസിങ് അയോൺസ്, ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസ് ഈ ഒരു പ്രോസസ്സിൽ, എൻ്റയർ പ്രോസസ്സിൽ ഉണ്ടാവുന്നുണ്ട്. അപ്പം ഈ ഒരു ഫിനോമിനെ നമ്മൾ കൊറോണ ഡിസ്ചാർജ് എന്നാണ് പറയുന്നത്. ദ നെഗറ്റീവ് ചാർജ് ഫ്രം ദി എയർ മൂവ് ടുവേർഡ്സ് ദി നീഡിൽസ്. അപ്പം ആ ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ടാവുമല്ലോ എയറിലുണ്ടാവുന്നത്, അതെങ്ങോട്ടേക്ക്, നീഡിൽസിൻ്റെ ഭാഗത്തോട്ടേക്ക് മൂവ് ചെയ്യും. ആൻഡ് പോസിറ്റീവ് ചാർജ് ടുവേർഡ്സ് ദി ബെൽറ്റിൻ്റെ ഭാഗത്തേക്കായിരിക്കും പോസിറ്റീവ് ചാർജ് പോകുന്നത്. ഓക്കെ, ഇത് ഈ ഒരു ചിത്രത്തിൽ തന്നെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. പോസിറ്റീവ് ചാർജസ് ബെൽറ്റിൻ്റെ ഭാഗത്തേക്കും നെഗറ്റീവ് ചാർജസ് നമ്മുടെ ആ ഒരു നീഡിലിൻ്റെ, കണ്ടക്ടറിൻ്റെ നീഡിലിൻ്റെ അങ്ങോട്ടേക്കുമാണ് പോകുന്നത്. ദ നെഗറ്റീവ് ചാർജ് ന്യൂട്രലൈസ് സം ഓഫ് ദി പോസിറ്റീവ് ചാർജ് ഓൺ ദി കോംബ് C1. അതായത് C1ലുള്ള ചില ചാർജസിനെ എന്തായിരിക്കും ന്യൂട്രലൈസ് ചെയ്യുന്നുണ്ട്. നെഗറ്റീവ് ചാർജസ് പോസിറ്റീവ് ചാർജസിനെ ന്യൂട്രലൈസ് ചെയ്യുന്നു. നമ്മൾ കൂടുതലായിട്ടും പോസിറ്റീവ് ചാർജസിനെ C1ലേക്ക് കൊടുക്കുമ്പം ദ പവർ സപ്ലൈ മെയിൻറ്റെയിൻസ് ഇറ്റ്സ് പോസിറ്റീവ് പൊട്ടൻഷ്യൽ. അപ്പം പവർ സപ്ലൈ അതിനെ പോസിറ്റീവ് പൊട്ടൻഷ്യലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു ബെൽറ്റ് ക്യാരി ചെയ്യുന്നത് പോസിറ്റീവ് ചാർജസിനാണ് അല്ലേ? എങ്ങോട്ടേക്ക്? C2ലേക്ക് വേണ്ടിയിട്ട് പോസിറ്റീവ് ചാർജസിനെ ക്യാരി ചെയ്യുന്നുണ്ട്. അത് C2ലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. ദ എയർ നിയർ ഇറ്റ് ബിക്കംസ് കണ്ടക്റ്റിംഗ് ഡ്യൂ ടു കൊറോണ ഡിസ്ചാർജ് അല്ലേ? കൊറോണ ഡിസ്ചാർജ് കാരണം അവിടുത്തെ എയർ എന്തായിരിക്കും? കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും. ദ നെഗറ്റീവ് ചാർജസ് ഓഫ് ദി എയർ മൂവ് ടുവേർഡ്സ് ദി ബെൽറ്റ്. അവിടെ ഉണ്ടാവുന്ന നെഗറ്റീവ് ചാർജസ് ഉണ്ടാവില്ലേ, അത് ബെൽറ്റിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട് കേട്ടോ. ഓക്കെ, ആൻഡ് ന്യൂട്രലൈസിങ് ഇറ്റ്സ് പോസിറ്റീവ് ചാർജസ് while the positive charges of the air move towards the needles of the comb C2. അതായത് അത് അവിടെ ഉണ്ടാവുന്ന പോസിറ്റീവ് ചാർജസ് നീഡിൽസിൻ്റെ കോംബ് 2ലേക്ക്, അത് C2ലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും. ദിസ് പോസിറ്റീവ് ചാർജസ് ആർ ദി ട്രാൻസ്ഫർ ടു ദി കണ്ടക്റ്റിംഗ് സ്ഫിയർ S വിത്ത് ക്വിക്ക്ലി മൂവ്സ് ദം ഇറ്റ്സ് ഔട്ടർ സർഫസ്. അപ്പം ഇവിടെ ഉണ്ടാവുന്ന പോസിറ്റീവ് ചാർജസ് ഈ സ്ഫിയർ ഉണ്ടാവുമല്ലോ S, അതിൻ്റെ ഔട്ടർ സർഫസിലേക്ക് ക്വിക്ക്ലി തന്നെ മൂവ് ചെയ്യും. സോ ദ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത്, അപ്പം ഫസ്റ്റ് തന്നെ പോസിറ്റീവ് ചാർജസ് വന്നു, അത് കോംബ് 1ലേക്ക് പോയി, അവിടുന്ന് നെഗറ്റീവ് ചാർജസ് ക്യാരി ചെയ്തു. ഇങ്ങനെ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കും. ആൻഡ് പോസിറ്റീവ് ചാർജസ് കീപ്പ് ഓൺ അക്യുമുലേറ്റിംഗ് ഓൺ ദി സ്ഫിയർ S അല്ലേ? ഈ ഒരു സ്ഫിയർ എസിൻ്റെ ഔട്ടർ മോസ്റ്റ് ആയിട്ട് പോസിറ്റീവ് ചാർജസ് കാണുന്നുണ്ടല്ലോ, അത് കണ്ടിന്യൂസ് ആയിട്ട് അക്യുമുലേറ്റ് ചെയ്യും ഒരു ഹയർ പൊട്ടൻഷ്യലിൽ. ഓക്കെ, ഇതാണ് ഈ ഒരു വാൻ ഡി ഗ്രാഫ് ജനറേറ്റർ വരുന്നത്. സോ വാൻ ഡി ഗ്രാഫ് ജനറേറ്റർ ഈസ് യൂസ്ഡ് ടു ആക്സിലറേറ്റ് ദി അയൺ beams to very high energies which are used to study nuclear reactionsലാണ് കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രത്തോളമേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്ലാസ്. താങ്ക് യു.